ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ളത് കല്യാണ വീട്ടിലെ ഇളനീർ പായസം. അത് ഉണ്ടാക്കിയ ആളോട് തന്നെ ചോദിച്ചിട്ടാണ് ഞാനിന്ന് ഈ റെസിപ്പി ചെയ്യുന്നത്. ഇതിലേക്ക് ഞാൻ 2 പാക്കറ്റ് പാൽ ഒഴിച്ചിട്ടുണ്ട്. 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചതിന് ശേഷമാണ് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കും. പഞ്ചസാര ചേർത്തതിന് ശേഷം വീണ്ടും 20 മിനിറ്റോളം കൈവെക്കാണ്ട് ഇളക്കി നല്ലോണം ഒന്ന് കുറുക്കി എടുക്കുന്നുണ്ട്. 20 മിനിറ്റിന് ശേഷം സ്റ്റവ് ഓഫ് ആക്കിയിട്ട് ആറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. 2 ചെറിയ ഇളനീരിൻ്റെ പൾപ്പാണ് അത്. കുറച്ച് മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് മിക്സിൻ്റെ ജാറിൽ ഇട്ടിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇളനീരിൻ്റെ വെള്ളം തന്നെ കുറച്ച് ചേർത്തിട്ട് നല്ലോണം അരക്കുന്നുണ്ട്. നേരത്തെ പാലും പഞ്ചസാരയും കൂടി കുറുക്കിയെടുത്തത് ആറിയതിന് ശേഷം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിന്. അതിലേക്ക് തന്നെയാണ് ഈ ഇളനീരിൻ്റെ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കുന്നത്. കഷ്ണങ്ങളാക്കിയിട്ടുള്ള പൾപ്പും കൂടി ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ തണുപ്പിച്ചെടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പായസത്തിൻ്റെ ടേസ്റ്റ് ആയിട്ടല്ല എനിക്ക് തോന്നിയത്. പുഡിങ്ങും ഐസ്ക്രീമും മിൽക്ക് മെയ്ഡും എല്ലാം ഒന്നിച്ചിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, നല്ലൊരു അടിപൊളി കിടിലൻ ടേസ്റ്റ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു പായസം ഞാൻ എൻ്റെ ജീവിതത്തിൽ കുടിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ നിങ്ങളിത് ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോ.